നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത ധ്യാനത്തിലെ നമ്മളിപ്പം ദശമസ്കന്ധത്തിലെ കഥാഭാഗങ്ങളിലെ തത്വങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ശ്രുതിഗീതയുടെ ഭാഗം, കഥയും സാരവും പാരായണവും എല്ലാം ഇപ്പോൾ നിർദ്ദേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ദശമസ്കന്ധത്തിലെ അവസാന ഭാഗങ്ങളിലെ കഥാതാൽപര്യങ്ങളുടെ തത്വത്തെയാണ് പറയുവാനായിട്ടുള്ളത്. കഥ നമ്മളിവിടെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആയതുകൊണ്ട് നമുക്കിനി ബാക്കി ഭാഗങ്ങളും വളരെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മൃഗാസുരൻ, അതുപോലെ ത്രിമൂർത്തികളിലെ മഹത്വമാർക്കാണ്, പിന്നെ സന്താനഗോപാലം, പിന്നെ 90-ാമത്തെ അധ്യായം, ദശമസ്കന്ധത്തിലെ അവസാന ഭാഗം. ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. മൃഗാസുരന്റെ ആ കഥയിൽ തന്നെ അതിന്റെ ആശയവും അടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമുക്കതൊന്ന് സംക്ഷിപ്തമായിട്ട് ചിന്തിക്കാം. അതായത് ശിവഭക്തന്മാര് ധനികരും വിഷ്ണുഭക്തന്മാര് ദരിദ്രരുമാകുവാനുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മൃഗാസുര ചരിതം പറയുന്നത്. അതായത് ശ്രീ വിഷ്ണു ഭഗവാൻ അഹങ്കാരം വന്ന് ഉപാസകര് നശിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് മനഃശുദ്ധി വന്നതിന് ശേഷമാണ് ഭക്തർക്ക് ഐശ്വര്യം മുതലായിരിക്കുന്ന ഗുണങ്ങൾ നൽകി അനുഗ്രഹിക്കുകയുള്ളൂ. അതാണ് അവർക്ക് സാവകാശത്തില് ഐശ്വര്യം ലഭിക്കുന്നത്. എന്നാൽ ശിവഭക്തന്മാരങ്ങനെയല്ല. ശിവൻ വാസ്തവത്തില് ക്ഷിപ്രാനുഗ്രഹം ചെയ്യുന്ന ആളായതുകൊണ്ട് ചില അവസരത്തിലൊക്കെ ഭഗവാനെ തന്നെ ആപത്തുകൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശഗ്നിപുത്രനായ മൃഗന്റെ ആ ചരിതത്തെ പറഞ്ഞത്. അതായത് ത്രിമൂർത്തികളിലെ ശിവഭജനത്തിലൂടെ ക്ഷിപ്രസാധ്യമെന്ന് നാരദനിൽ നിന്ന് മനസ്സിലാക്കിയ മൃഗാസുരൻ ഏതാനും ഘട്ടത്തിൽ ചെന്ന് തപസ് ചെയ്ത് മാംസം മുറിച്ച് ഹോമിച്ചു. 7-ാമത്തെ ദിവസം ശിരസും അറുത്ത് ഹോമം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷമാകുന്നത്. ശിരസിൽ ആരുടെ ശിരസിൽ കൈവയ്ക്കുന്നുവോ അവരെല്ലാം മരിക്കണം എന്നുള്ളതാണ് വരം. എന്തായാലും ഭഗവാൻ അത് നൽകി. അവസാനം പാർവതിയെ കിട്ടുവാൻ വേണ്ടിയിട്ട് ശിവന്റെ നേരെ തന്നെ ചെല്ലുകയാണ്. ഒടുവിൽ ശിവൻ ഓടി ഓടി ശ്രീ മഹാവിഷ്ണുവെ അഭയം പ്രാപിക്കുകയാണ്. വിഷ്ണു ബ്രഹ്മചാരി വേഷത്തിലെത്തി അസുരനെ നശിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പിടി ചാരമായി പോയി ആ ശക്തിയാൽ നിന്ന്. അപ്പൊ നമ്മെ കൊല്ലാൻ നമുക്കേ സാധിക്കും. എന്നുവെച്ചാൽ അഹങ്കാരം, ഞാനെന്ന വ്യക്തിഭാവം, ഈഗോ, ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ വ്യവഹരിച്ചിരിക്കുന്ന ആ ഞാൻ എന്ന് പറയുന്ന അജ്ഞാനജന്യമായ എന്നെ കൊല്ലാൻ എനിക്കേ കഴിയുകയുള്ളൂ. അതിന് വാസ്തവത്തിൽ എന്ത് വേണം? ജ്ഞാനം പ്രകാശിക്കുക തന്നെ വേണം. എന്തായാലും തപസ്സിലൂടെ അസുരീയമായ ബലമാണ് ആർജിച്ചതെങ്കിലും അവിടെ വൈഷ്ണവമായിരിക്കുന്ന സാന്നിധ്യം കൂടി എല്ലാം ആയപ്പോ ഇവിടെ നമ്മുടെ ആ മൃഗാസുരൻ സ്വയം ഭസ്മമായി തീർന്നു. പിന്നെ ത്രിമൂർത്തികളിലെ മഹത്വം കൂടുതൽ ആർക്കാണ് എന്നുള്ള പരീക്ഷണത്തിന് ഭൃഗുവാണ് പോയത്. ഇപ്പൊ ബ്രഹ്മദേവന്റെ മുമ്പിൽ ചെന്നതും ചോദിക്കാതിരുന്നുകൊണ്ട് ബ്രഹ്മദേവൻ കോപിച്ചു. ശിവഭഗവാൻ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ വൃത്തിയില്ലാത്തത് കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ വരരുതെന്ന് പറഞ്ഞപ്പോൾ ശിവഭഗവാനും കോപിച്ചു. വിഷ്ണു ഭഗവാന്റെ മാറത്ത് ആനൊരു ചവിട്ടുകൂടി ഭൃഗു കൊടുത്തപ്പോഴും ഭഗവാൻ പറഞ്ഞ എന്താ, നൊന്തുവോ? അങ്ങയുടെ പാദരേഖ മാറത്തു പതിക്കുകയാൽ ഐശ്വര്യദേവത ഇനി എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭൃഗുവെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ പറയുന്ന ക്ഷമ എന്ന് പറയുന്ന ഗുണങ്ങള്, കഴിവുകള് സത്വഗുണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭജനമാണ്
ശാശ്വതമായ സമൃദ്ധി ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനത്തിൽ ഋഷീശ്വരന്മാരെല്ലാം എത്തിച്ചേരുകയാണ് ചെയ്തത്. പിന്നീട് സന്താനഗോപാലം എന്ന് പറയുന്ന കഥയാണ്. അതായത് ശ്രീകൃഷ്ണൻ ശ്രീ വിഷ്ണു തന്നെയാണെന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥ കൂടിയാണ് വാസ്തവത്തിൽ ഈ സന്താനഗോപാലം. വാസ്തവത്തിൽ കഥ എന്ന് പറയുമ്പോൾ വെറും നമ്മുടെ ഈ നോവൽ സാഹിത്യം പോലെ അല്ലെങ്കിൽ അമ്മൂമ്മ കഥകൾ പോലെ ഒരു ഇല്ലാവചനമാണ് എന്ന് ധരിക്കരുത്. പൗരാണികമായി പുരാണകാലത്ത് സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യത്തെ വ്യാസഭഗവാൻ തന്റെ ഭാവനയിലൂടെ നമുക്ക് പ്രകാശിപ്പിച്ച് കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നതെന്ന സത്യം നമ്മൾ ഒരു കാലത്തും മറക്കുവാൻ പാടുകയില്ല. ഇവിടെ ദ്വാരകയിലെ ഒരു ബ്രാഹ്മണനെ ജനിക്കുന്ന കുട്ടികളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനോട് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പരാതി പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഇത് ഈശ്വരേച്ഛയാണ്, ദൈവഹിതത്തെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല എന്നെല്ലാം പറഞ്ഞ് ബ്രാഹ്മണനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രാഹ്മണൻ സംതൃപ്തനാകുന്നില്ല. അങ്ങനെ ബ്രാഹ്മണന്റെ 9ാമത്തെ പ്രസവിച്ച കുട്ടിയും മരിച്ചു. ആ കുട്ടിയെയും എടുത്തുകൊണ്ട് സുധർമ്മസഭയിൽ എത്തുന്ന ആ സാഹചര്യത്തിൽ അവിടെ അർജുനനുണ്ടായിരുന്നു. അപ്പൊ അർജുനൻ, ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാം, ഇനി ജനിക്കുന്ന കുട്ടിയെ ഞാൻ രക്ഷിക്കാമെന്ന് ബ്രാഹ്മണന് വാക്കുകൊടുക്കുകയാണ്. കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മത്യാഗം, പ്രാണനെ അഗ്നിയിൽ ഹോമിച്ച് സ്വയം ആത്മാഹൂതി ചെയ്യുന്നതായിരിക്കും എന്നെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ ബ്രാഹ്മണന്റെ 10ാമത്തെ കുഞ്ഞും ജനിക്കുവാൻ വേണ്ടി സമയമായിരിക്കുകയാണ്. അങ്ങനെ അർജുനൻ കാവലിൽ നിന്നു. പക്ഷെ ആ പ്രസവത്തിൽ എന്താണ് സംഭവിച്ചത്? ജഡം പോലും കാണുവാൻ സാധിക്കാതെ പിറന്ന കുട്ടി പറന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ അർജുനൻ യോഗവിദ്യയാൽ സ്വർഗം, നരകം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തേടി. കുഞ്ഞിനെ കണ്ടെത്താനായില്ല എന്ന് കണ്ടപ്പോൾ തന്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ട് അഗ്നി കൂട്ടി പ്രദക്ഷിണം വെച്ച് അഗ്നിയിലേക്ക് ചാടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനു മുമ്പേ ഭഗവാൻ തന്റെ സഖാവിനെ, സുഹൃത്തിനെ തടുക്കുകയാണ്. എന്നെ മറന്നോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി സഞ്ചരിക്കുകയാണ് കുഞ്ഞിനെ തേടി. അവരങ്ങനെ സാഗരങ്ങളും സപ്തദ്വീപുകളും ലോകാലോക പർവ്വതങ്ങളും എല്ലാം കടന്ന് അവരെ ക്ഷീരസാഗര മധ്യത്തിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന വൈകുണ്ഠത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. വൈകുണ്ഠനാഥനായ ആദിനാരായണമൂർത്തി അവരെ കണ്ടപ്പോൾ നിങ്ങളെ കാണാനുള്ള മോഹം കൊണ്ട് ബ്രാഹ്മണ കുട്ടികളെയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഞാനാണെന്ന് അറിയിപ്പിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറയാം, ഭൂഭാരം ഇപ്പോ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഉടനടി അവതാരദത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു നിർദ്ദേശത്തെ കൊടുക്കുകയാണ്. പിന്നെ പറയാണ്, ഒരു കുട്ടിയെയല്ല 10 കുട്ടികളെയും നിങ്ങൾ കൊണ്ടുപോയിട്ട് ബ്രാഹ്മണനെ നൽകിക്കോളൂ എന്ന് പറഞ്ഞ് 10 കുട്ടികളെയും കൊടുക്കുകയാണ്. ഇതാണ് കഥയുടെ താല്പര്യം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് ഇവിടെ പിതാവ് തന്നെയാണ് പുത്രനായിത്തീരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവ് തന്നെ. വാസ്തവത്തിൽ ആത്മാവ് ജനിക്കുന്നും മരിക്കുന്നുമില്ല. അത് നമുക്കിനി ഏകാദശ സ്കന്ധത്തിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗമാണല്ലോ ഇപ്പൊ 10ന്റെ. അപ്പൊ അവിടെ നമുക്ക് വ്യക്തമായിട്ട് ആ ജ്ഞാനോപദേശത്തിൽ നമുക്ക് അവയെല്ലാം ഒന്നുകൂടി വ്യക്തമാണ്. ജനനവും മരണവും ഇല്ലാത്തതാണെങ്കിലും ഇവിടെ ആത്മാവ് തന്നെ എല്ലാവരിലും ഏകമായിട്ട് പ്രകാശിക്കുന്നത് കൊണ്ട് എന്താ പറയുന്നത്? അച്ഛൻ തന്നെ പുത്രനാകുന്നു. ഈ പിതാവിലും പുത്രനിലും വാസ്തവത്തിൽ
മാറാതെ നിലനിൽക്കുന്നത് എന്താണ്? ആത്മാവ് എന്ന് വെച്ചാൽ ചൈതന്യം. ചൈതന്യം അച്ഛനിലും മക്കളിലും അമ്മയിലും സർവ്വതിലും മാറാതെ പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചൈതന്യമാണ്. 10ാമത്തെ സ്കന്ധത്തിലെ വിഷയം വാസ്തവത്തിൽ എന്താണ്? നിരോധമാണ്. എന്താണ് വാസ്തവത്തിൽ നിരോധം? ഭഗവാനില് ആരാധിക്കുന്നതാണ് നിരോധം. അതിന്റെ അവസാനത്തെ ഭാഗത്ത് തന്നെയാണ് ബ്രാഹ്മണന്റെ പുത്രജനനവും അതിന്റെ നാശവുമെല്ലാം, പിന്നെ അതിന്റെ വീണ്ടെടുക്കലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സത്വഗുണമുള്ള ജീവനെയാണ്. സത്വഗുണം ആർജിച്ചു കഴിഞ്ഞ ഒരു ജീവനെ ബ്രാഹ്മണൻ എന്നതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോ വാസ്തവത്തിൽ ഈ ഗൃഹസ്ഥാശ്രമം, അതായത് ഈ കുടുംബജീവിതം സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലുണ്ടാകുന്ന ആസക്തിയെ വേദവിഹിതമായ രീതിയിൽ അനുഭവിച്ച് വിഷയവിരക്തിയെ ആർജിക്കുവാനുള്ളൊരു സമ്പ്രദായമാണ് വാസ്തവത്തിലെ ഗൃഹസ്ഥാശ്രമ ജീവിതം. എന്താണ് കുടുംബജീവിതം എന്ന് മനസ്സിലായില്ല? എന്തിനു വേണ്ടിയാണ് കുടുംബജീവിതം എന്ന് മനസ്സിലായില്ല? ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന ആഹാരം, നിദ്ര, മൈഥുനം മുതലായ ആ വിഷയങ്ങളിൽ വിരക്തി വരുത്തി ഈശ്വരൻ ഭക്തി വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭക്തിജ്ഞാന വൈരാഗ്യത്തോടു കൂടിയിരിക്കുന്ന വിവേകം ഉണ്ടാകുവാനുള്ള ഉപായമാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പകർന്ന് തരുന്നത്. അപ്പോ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്തിനു വേണ്ടിയുള്ള സമ്പ്രദായമാണെന്നപ്പോ നമുക്ക് മനസ്സിലായി. ഈശ്വരനിൽ ഭക്തി, വിഷയത്തിൽ വിരക്തി, ഇതിനുള്ള ഉപായമാണ്. വാസ്തവത്തിൽ കർമ്മത്തിന്റെ നിയമം എന്താണ്? കർമ്മ നിയമം കർമ്മഫലദാതാവായ ഈശ്വരന്റെ നിയമം അനുസരിച്ച് കർമ്മഗതികളെല്ലാം നടക്കുന്നു. അതാണ് ഈശ്വരേച്ഛ. ഈശ്വരഹിതം എന്തോ അതേ വാസ്തവത്തിൽ നടക്കുക. അപ്പൊ നമ്മുടെ ഹിതം ആ ഈശ്വരേച്ഛയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എതിർച്ചാലാപസന്തുഷ്ടിയോടുകൂടി ഈശ്വരന്റെ മൂലമന്ത്രം ജപിച്ചും ഈശ്വരന്റെ രൂപധ്യാനം ചെയ്തും ചെയ്യുന്ന കർമ്മമെല്ലാം ഈശ്വരൻ സന്തോഷിക്കണം എന്നുള്ള ഭാവനയോടുകൂടി, സങ്കല്പത്തോടുകൂടി ആചരിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം വാസ്തവത്തില് ഈ പുത്രേഷണയെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏഷണാത്രയമാണ് ഒരു ജീവനെ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നത്. അർത്ഥേഷണ, ദാരേഷണ, ലോകേഷണ. ദാരേഷണയിൽ തന്നെ പുത്രേഷണയും അന്തർഭവിച്ചത് കൊണ്ട് പുത്രേഷണ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതില്ല. അപ്പൊ അർത്ഥേഷണ, ദാരേഷണ, ലോകേഷണ, ഈ ഏഷണാത്രയം ജീവനെ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്ന 3 ആഗ്രഹങ്ങളാണ്, കാമനകളാണ്. അപ്പൊ അത് വളർത്തുവാൻ വേണ്ടിയിട്ടാണോ വാസ്തവത്തിലെ നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം? അല്ല. എങ്കിൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എന്ത് വേണം? പുത്രനുണ്ടാകും, അതായത് മക്കളുണ്ടാകും. കാരണം മക്കളുണ്ടായാലേ ഗൃഹസ്ഥാശ്രമ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ, ശാശ്വതമാവുകയുള്ളൂ. ഒന്നാമമാകുന്ന നരകത്തിലേക്ക് ജീവൻ പോകാതിരിക്കണമെങ്കിൽ പുത്രൻ, സന്തതി, മക്കളെ ബലിതർപ്പണങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ സന്യാസിക. അപ്പോ ഈ ദശമത്തിലെ കഥകള് വാസ്തവത്തില് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്?
വൈരാഗ്യം വളർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് വൈരാഗ്യം? ഇഹാമുത്രാർത്ഥ ബലഭോഗ വിരാഗം. അതാണ് എന്ന് വെച്ചാൽ ഈ ലോകത്തിലെയും പരലോകത്തിലെയും സുഖത്തെ ഉപേക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു പാകത. അതാണ് താൻ ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ വാസ്തവത്തിൽ വിവേകികൾ എന്താണ് സുഖത്തെയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. സുഖദുഃഖങ്ങൾ രണ്ടും മനസ്സിന്റെ കൽപ്പനയാണ്. കൽപ്പന അകലുമ്പോൾ നിജ സ്വരൂപമായിരിക്കുന്ന പരമാർത്ഥം പ്രകാശിക്കുകയും ചെയ്യും. അതാണ് ആത്മാവബോധം. അപ്പൊ ഇവിടെ പ്രസവിച്ച വഴി കുട്ടികൾ മരിക്കുന്നതാണ്. എന്താ ഈ പ്രസവിച്ച വഴി കുട്ടികൾ മരിച്ചാലുള്ള ഗുണം അല്ലെങ്കിൽ പ്രയോജനം? അത് വൈരാഗ്യത്തിന് കാരണമാണ്. പ്രതീക്ഷയോടുകൂടി പ്രയത്നം ചെയ്ത് ജനിക്കുന്ന നിമിഷത്തിൽ മരിക്കാന്ന് പറയുമ്പോൾ അത് വൈരാഗ്യം ഉണ്ടാക്കും. അതിൽ തർക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ കുഞ്ഞ് മരിച്ചില്ലെന്നിരിക്കട്ടെ, മരിച്ചിട്ടില്ലെങ്കിലോ പിന്നെ കുഞ്ഞിന്റെ രോഗം, പിന്നെ കുഞ്ഞ് പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയുള്ള ആ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടുള്ള ദുഃഖം. അപ്പൊ ഈ ദുഃഖം അനുഭവിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ വാസ്തവത്തിൽ നല്ല ആളുകളെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാകുന്നത്? മനസ്സ് ശരിയാവുകയാണ് ചെയ്യുക. അതൊക്കെ അനുഭവിക്കുമ്പോൾ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും അതുപോലെയുള്ള ആവശ്യമില്ലാത്ത കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി പോകുന്നത് വാസ്തവത്തിൽ അവിവേകികളാണ്. ഇവിടെ ദുഃഖം അനുഭവിക്കുമ്പോൾ മനസ്സ് ശരിയാകും. മനസ്സ് ശരിയാകാൻ എന്ത് വേണം? ഈശ്വരകൃപ വേണം. ഈശ്വരകൃപ പൂർണ്ണമാകണമല്ലോ. ഗുരുവിന്റെ ഉപദേശവും അനുഗ്രഹവും പ്രത്യേകം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഈ മക്കള് വാസ്തവത്തിൽ എന്താണ്? അച്ഛനമ്മമാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുമാണ്, അല്ലെങ്കിലോ നരകത്തിലേക്ക് തള്ളിവിടുന്നവരുമാണ്. അതും മക്കളെ നന്നായി കഴിഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിലോ അതും ഒരു ബന്ധന ദുഃഖ കാരണമായിട്ട് തീരും. ഇവിടെ ഈ മക്കളെ എന്ന് വെച്ചാൽ എന്താ? 10 ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് നമ്മുടെ പുത്രന്മാർ. നമ്മുടെ വിവാഹം ചെയ്തവർക്കും വിവാഹം ചെയ്യാത്തവർക്കും ഒക്കെ വാസ്തവത്തിൽ എന്താണ് ശരാശരി 11 പുത്രന്മാരുണ്ട്. എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങളും മനസ്സും. അപ്പൊ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ വാസ്തവത്തിൽ എന്ത് സംഭവിക്കണം? ഇന്ദ്രിയങ്ങളെ സത്വഗുണം കൊണ്ട് നിറയണം. ഇന്ദ്രിയങ്ങളെ സത്വഗുണം കൊണ്ട് നിറയണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ഈശ്വരാഭിമുഖമാകണം, ഈശ്വരനിൽ മുഴുകണം. കാരണം ഈ ലോകം എന്താ? സത്യത്തില് ലോക്യതേ ഇതി ലോകമാണ്, കാണപ്പെടുന്നതാണ് ലോകം. അപ്പൊ വാസ്തവത്തിൽ എന്തിനെയാണ് കാണുന്നത്? വിഷയങ്ങളെയാണ് കാണുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായ വിഷയങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനും അപ്പുറമാണ് ലോകാലോകം. ആ ലോകാലോകത്തിനും അപ്പുറം എന്താണ്? വൈകുണ്ഠം. അതായത് മനസ്സ് അതിസൂക്ഷ്മാവസ്ഥയിലെത്തി എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നരനെയും നാരായണനെയും ഒരുമിച്ച് കാണാൻ വാസ്തവത്തിൽ എവിടെ എത്തണം? വൈകുണ്ഠത്തിലെത്തണം. അപ്പൊ വാസ്തവത്തിൽ നരനായിരിക്കും നമ്മൾ എന്തിനാണ്? നാരായണനാകാൻ വേണ്ടിയാണ്. അത് നമ്മൾ മനുഷ്യരായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈശ്വരനാകാൻ വേണ്ടിയിട്ടാണ്, മാധവനാകുവാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യ ദൈവം ആകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നരനെയും നാരായണനെയും തുല്യമായിട്ട് ഒന്നായിട്ട് കാണുവാൻ അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കണമെങ്കിൽ വൈകുണ്ഠത്തിലെത്തണം എന്ന് പറഞ്ഞാൽ മനസ്സ് അതിസൂക്ഷ്മമാകണം.
ഈ വൈകുണ്ഠത്തിലെത്തി, അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമില്ലാത്ത അവസ്ഥയാണ്. ദുഃഖമില്ലാത്ത അവസ്ഥയിലോ അന്യത്തിന്റെ പ്രതീതിയില്ല, എന്നുവെച്ചാൽ വിഷയത്തിന്റെ പ്രതീതിയില്ല. അവിടെ എന്താ? ആനന്ദമേ ആനന്ദം. അപ്പൊ ഈ വൈകുണ്ഠ യാത്ര, അവർ വൈകുണ്ഠത്തിലേക്കും യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അന്തർമുഖതയിലേക്കുള്ള യാത്രയാണ്. അന്തർമുഖം ആകുവാൻ ആവശ്യമായിരിക്കുന്ന സാധനകളുടെ ആചാരം അങ്ങനെയാണ്. അതെ. ഇനി നമുക്ക് ഈ ദശമസ്കന്ധത്തിന്റെ അവസാന അധ്യായമായ 90-ാമത്തെ അധ്യായം, അതിന്റെ സാരം കൂടി പറഞ്ഞ് ദശമസ്കന്ധത്തിലെ ആശയ വിശകലനം തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിരോധമാണ് ദശമത്തിലെ വിഷയം. ഇവിടെ ഭഗവാൻ ഒരു പ്രാകൃതനെ പോലെ ജീവിതം തുടർന്നു. 16,108 പത്നിമാരോട് കൂടിയിട്ട് അന്തപുരത്തില് ഭോഗലാലസങ്ങളോടും കൂടിയ ഒരു ജീവിതമാണ് ഭഗവാൻ വാസ്തവത്തിൽ ജീവിച്ചത്. നാം ഭഗവാനോടൊപ്പം ജീവിച്ചിരുന്ന പത്നിമാർക്കും മക്കൾക്കും അതുപോലെയുള്ളവർക്കൊക്കെ വാസ്തവത്തിൽ എന്താണ്? ഒരു നിമിഷം പോലും അവർക്കാർക്കും കൃഷ്ണനെ മറന്നിരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നുവെച്ചാൽ സർവേന്ദ്രിയങ്ങളും സ്വാഭാവികമായിട്ട് ഭഗവാനിലേക്ക് പ്രവഹിക്കുക എന്നത് തന്നെയാണ് നിരോധം. പ്രയത്നം ചെയ്താലും പ്രയത്നം ചെയ്യാതെ, ഇവിടെ പ്രയത്നം ചെയ്യാതെ തന്നെ മനസ്സ് സ്വാഭാവികമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക ഈശ്വരനിലേക്ക്, ഈശ്വരീയത്തിലേക്ക്, ആത്മീയത്തിലേക്ക്, സത്യത്തിലേക്ക്, തത്വത്തിലേക്ക്. അതാണ് നിരോധം. ഇവിടെ 3,88,000 ആചാര്യന്മാര് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രം ദ്വാരകയിലുണ്ടായി. അത്ര വലുതാണ് ആചാര്യ പരമ്പരകള്, സംഖ്യകള് തന്നെ. അപ്പോ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? അതായത് ഇവിടെ ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് ഭഗവാൻ നയിച്ചിരിക്കുന്നത്. അപ്പൊ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലൂടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായവ വിധിവിഹിതമായിട്ട് ആർജിച്ചിരിക്കണം. അന്ത്യത്തിൽ സന്യസിക്കണം. സന്യസിച്ചില്ലെങ്കിലും കർമ്മയോഗം, ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പറയുന്ന കർമ്മയോഗം ആചരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ജന്മത്തിൽ മോക്ഷം സംഭവിക്കുക തന്നെ ചെയ്യാം. തർക്കമല്ല, സംശയമില്ല. അതായത് ധർമാർത്ഥ കർമ്മങ്ങളും വേദവിഹിതമായി വിധിവിഹിതമായി ആർജിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? മോക്ഷത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ഈ ലോക സംഗ്രഹാർത്ഥം നമ്മുടെ ഭഗവാൻ കാണിച്ചു തന്നത് സത്യത്തിലെ അതാണ് നമ്മൾ ബോധിക്കേണ്ടത്. ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വൈരാഗ്യം വന്നെങ്കിൽ മാത്രമേ സന്യസിക്കാവൂ. അല്ലാതെ ആദ്യം തന്നെ സന്യസിക്കുക എന്നുള്ളതല്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം ഈ 3 ആശ്രമ സത്യത്തിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വിഷയത്തിൽ വിരക്തിയും ഈശ്വരനിൽ ഭക്തിയും വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെ സന്യാസം, ഇപ്പൊ നമ്മൾ താത്വികമായിട്ട് പറയുകയാണെങ്കിൽ സമ്യജ്ഞാസം,
കാരണം കഴിഞ്ഞ നിമിഷങ്ങളെ എല്ലാം വാസ്തവത്തിൽ ഈ നിമിഷത്തിൽ സന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ താത്വികമാണ്. പക്ഷേ നമ്മുടെ വ്യവഹാരത്തിൽ ധർമ്മം പരിപൂർണകമാകുവാൻ വേണ്ടിയിട്ട് ഋഷീശ്വരന്മാര് വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ആശ്രമധർമ്മം. അതുപോലെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എങ്ങനെ ആർജിക്കണമെന്നുള്ള വ്യവസ്ഥ. അതിന് നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം, അതിനെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയണം. ആ വരുതിയിൽ കൊണ്ടുവരുവാനുള്ള ഉപായമായിട്ടാണ് ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലും വാനപ്രസ്ഥം, ബ്രഹ്മചര്യം മുതലായ ഏത് ആശ്രമത്തിലുള്ള ഒരു വാസ്തവത്തിൽ അവർക്ക് തന്നെ സജ്ജന സംസർഗമാണ് ഒഴിച്ചുകൂടുവാനാകാത്ത ഒരു സാധനം. ഈ സജ്ജന സംസർഗം കൊണ്ട് വാസ്തവത്തിൽ എന്ത് സംഭവിക്കും? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടാകും. ഭക്തിയോ ജ്ഞാനമോ വൈരാഗ്യം ഇത് പൂർണ്ണമാകുമ്പോഴാണ് ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകമാകുന്നത്. അതിനെന്ത് വേണം? ഇന്ദ്രിയങ്ങൾ മനസ്സിലടങ്ങണം. ഇന്ദ്രിയങ്ങൾ മനസ്സിലടങ്ങിയാലോ ജാഗ്രത അവസ്ഥ ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങൾ മനസ്സിലടക്കുമ്പോൾ നമ്മുടെ ജാഗ്രത അവസ്ഥ ഇല്ലാതാകുകയാണ്. അപ്പൊ ഈ മനസ്സടങ്ങിയാലോ? മനസ്സടങ്ങിയാൽ സ്വപ്നാവസ്ഥയുമില്ല. അപ്പൊ സ്വരൂപസ്മൃതി വന്നാലോ സുഷുപ്തിയുമില്ല. അപ്പൊ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന ത്രിഷുധാമസ്സു യദ്ഭോഗ്യം ഭോക്ത ഭോഗച്ച യദ്ഭവേ തേഭ്യോ വിലക്ഷണ സാക്ഷി മാത്രോഹം സദാശിവ. ഈ മൂന്ന് അവസ്ഥകളും വാസ്തവത്തിലെ മാറ്റത്തിന് വിധേയമാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലും മാറാതിരിക്കുന്ന ഒന്നുണ്ട്, ചൈതന്യം, ബോധം, അറിവ്, അവബോധം. ആ അവബോധം, അതായത് സഹജമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവബോധത്തെ വ്യക്തമാവുക, അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സകല ആശ്രമധർമ്മ ചര്യകളുടെയും ഉദ്ദേശം. ഈ വാസ്തവത്തിൽ ഈ വിഷയങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ പ്രമാണം സത്യത്തിൽ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. കാരണം ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ പദാർത്ഥങ്ങളെ അറിയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങള് മനസ്സിലടങ്ങണമെങ്കിൽ എന്ത് വേണം? മനഃശുദ്ധി വരണം, മനഃശുദ്ധി ആർജിക്കണം. മനഃശുദ്ധി വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിലാക്കണം. അതിനെന്താണ് ആവശ്യം? സത്സംഗങ്ങളെ കൊണ്ട്, സത്സംഗം, ജപം, പൂജ, യാഗം, ധ്യാനം മുതലായിരിക്കുന്ന സാധനകളിലൂടെ മനസ്സ് സത്വഗുണമാകും. മനസ്സ് സത്വഗുണമാകുമ്പോഴോ ഗോപികകളുടെ മനസ്സിന്റെ അവസ്ഥയാണ്. ഗോപികമാരുടെ എന്താ? ഗോപികമാരുടെ മനസ്സിന്റെ അവസ്ഥ നിരോധം. നിരോധം. ഈ നിരോധം, മനസ്സ് മറ്റൊരിടത്തേക്കും പ്രവർത്തിക്കാത്ത അവസ്ഥാവിശേഷം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ ആർജിക്കണം, നേടിയെടുക്കണം. കാരണം ഈ മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിയാൽ എന്ത് സംഭവിക്കും? വൈരാഗ്യം താനേ സംഭവിച്ചുകൊള്ളും. അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഈ ഭഗവത് ലീലകള് ഗംഗയേക്കാൾ പവിത്രമായതാണ്. നമ്മുടെ ഭഗവാൻ സ്നേഹിക്കുന്നവർക്ക് എന്നതുപോലെ ദേഷിക്കുന്നവർക്കും മോക്ഷം കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് 10ാമത്തെ സ്കന്ധം അവസാനിക്കുന്നത്. ഇനിയും നമുക്ക് ഏകാദശ സ്കന്ധത്തെക്കുറിച്ചിട്ടാണ് വിചാരം ചെയ്യുവാനായിട്ടുള്ളത്. ഈ ഏകാദശ സ്കന്ധത്തിലെ
വിഷയം മുക്തിയാണ്. അവിടെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വിശകലനം വരികയാണ്. അജ്ഞാനത്തെ ആർജിക്കുവാനുള്ള ഉപായം, അജ്ഞാനോപായമായിരിക്കുന്ന ഏകാദശ സ്കന്ധത്തെക്കുറിച്ച് നമുക്ക് ഇനി വിചാരം ചെയ്യുവാൻ ആരംഭിക്കാം. ഈശ്വരന്മാരുടെയും ഗുരുക്കന്മാരുടെയും കൃപ കൊണ്ട് ഈ ഭാഗവത ധ്യാനത്തിലൂടെ നമുക്കിപ്പം ഈ ഏകാദശ സ്കന്ധം വരെയുള്ള ഭാഗങ്ങളിലെ കഥകളും തത്വങ്ങളും പറയുവാൻ സാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 11ാമത്തെ സ്കന്ധത്തിലെ കഥകളും തത്വങ്ങളും നമുക്ക് ഒരുമിച്ച് തന്നെ വിചാരം ചെയ്യാം. കാരണം അവിടുത്തെ കഥകളിൽ തന്നെ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് 11ാമത്തെ സ്കന്ധം വിചാരം ചെയ്യുവാനായിട്ട് ആരംഭിക്കാം.